സംസ്ഥാനമാകെ UDF തരംഗത്തിനൊപ്പം നിൽക്കുമ്പോഴും LDFനെ കൈവിടാത്ത മണ്ഡലമെന്നതായിരുന്നു വടകരയുടെ പ്രത്യേകത. 1971ലും 77ലും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം പിന്നീടുള്ള കാലം മുഴുവൻ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചു. ചെങ്കോട്ടയിൽ വീണ്ടും വിള്ളൽ വീണത് 2009ലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ UDF മണ്ഡലത്തിൽ ഇരുപ്പുറപ്പിച്ചു. മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ വടകരയ്ക്ക് ഇടത് ചായ്വാണ് കൂടുതൽ. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ KB മേനോനായിരുന്നു ആദ്യ MP. 62ൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി AV രാഘവൻ. 67ൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ A ശ്രീധരൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. പിന്നെയുള്ളത് KP ഉണ്ണികൃഷ്ണന്റെ കാലമായിരുന്നു. 6 തവണയാണ് KP ഉണ്ണികൃഷ്ണൻ വടകരയുടെ ജനമനസ്സിൽ ഇടം പിടിച്ചത്. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനു വേണ്ടി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസ് വിമതനായിട്ടായിരുന്നു KP ഉണ്ണികൃഷ്ണന്റെ മത്സരം. പിന്നീട് കോൺഗ്രസ് എസിലൂടെ LDFനു വേണ്ടിയും കളത്തിൽ. 1996ൽ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയ KP ഉണ്ണികൃഷ്ണനെ O ഭരതൻ തറപറ്റിച്ചു. പിന്നീട് 3 തവണയും ഇടതുപക്ഷത്തിന് ജയം. തുടർച്ചയായുള്ള ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വിലങ്ങിട്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 2009ൽ CPMലെ പിളർപ്പ് RMP രൂപീകരണം എന്നതെല്ലാം മുല്ലപ്പള്ളിയുടെ വൻ വിജയത്തിന് ആക്കം കൂട്ടി. 2014ലും വിജയം ആവർത്തിച്ച് മുല്ലപ്പള്ളി CPMന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. ജനതാദളിലെ വീരേന്ദ്രകുമാർ വിഭാഗം UDFനൊപ്പം ചേർന്നതായിരുന്നു ഇക്കാലയളവിൽ ഇടതുപക്ഷത്തിന് തലവേദനയായത്. 2009ൽ 56,186 വോട്ടിനായിരുന്നു മുല്ലപ്പള്ളിയുടെ വിജയമെങ്കിൽ 2014ൽ അത് 3000 കുറഞ്ഞു. കഴിഞ്ഞ 2 പ്രാവശ്യം സംഭവിച്ചത് ചില രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് CPMനുള്ളിൽ തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, RMPയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് വളരെ കാര്യമായി തന്നെ CPMനെ ബാധിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പോടു കൂടി അതിൻ്റെ ചിത്രം എങ്ങനെ മാറും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുക. കണ്ണൂരിന്റെ കൂത്തുപറമ്പ്, തലശ്ശേരി, കോഴിക്കോടിന്റെ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. ഈ 7ൽ 6ലും LDF തരംഗമാണ് കണ്ടത്. കുറ്റ്യാടിയിൽ അട്ടിമറി വിജയം നേടിയതും നാദാപുരത്തും പേരാമ്പ്രയിലും ഭൂരിപക്ഷം കുറഞ്ഞതുമാണ് വടകര മണ്ഡലം UDFന് നൽകുന്ന ആശ്വാസം. ലോക് താന്ത്രിക് ജനതാദളിന്റെ മടങ്ങിവരവ് LDFന് കൂടുതൽ ഊർജം പകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയുടെ ചിത്രം നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം LDFനാണ് മുൻതൂക്കം. പക്ഷേ ആ ചിത്രം മാറുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പതിറ്റാണ്ടായി കാണുന്നത്.